ഹായ് കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമുക്കൊരു മാങ്ങാക്കറി വെച്ചാലോ? അപ്പോൾ അതെങ്ങനെയാണ് വെക്കുന്നതെന്ന് എൻ്റെ കൂട്ടുകാരെയും കൂടെ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കൂടെ അപ്പം മാങ്ങ ഈ നീളത്തിൽ അരിഞ്ഞെടുത്തോ കേട്ടോ. ഉള്ളി, പച്ചമുളക്, കരിവേപ്പില. അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് അതിന് വേണ്ട സാധനങ്ങളെല്ലാം കൂടി ഇട്ട് ഒന്ന് തിരുമ്മി വെക്കണം. ഒരു 15 മിനിറ്റ് നേരം വെക്കണം. അപ്പോൾ അതിന് വേണ്ടത് മല്ലിപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, മെയിൻ താരം പെരിഞ്ജീരകം അരച്ചത് കേട്ടോ. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് തിരുമ്മണം. ലേശം ഉപ്പും കൂടെ വേണം. ഞാൻ ഉപ്പുകല്ല് ഇട്ടിട്ട് പെരിഞ്ജീരകത്തിൻ്റെ കൂടെ ഇട്ട് അരച്ചതാണ് കേട്ടോ. ലേശം വെള്ളം എടുക്കട്ടെ. ഇനി നമുക്കിതെല്ലാം നന്നായിട്ട് തിരുമ്മി വെക്കാം. ഒരു 15 മിനിറ്റ് വരെ. അപ്പോൾ തന്നെ നമുക്ക് തേങ്ങാപ്പാലൊക്കെ റെഡിയാക്കാം. അപ്പോൾ ചട്ടി ചൂടായി കേട്ടോ. നമുക്ക് എണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണയ്ക്കകത്താട്ടോ ഉണ്ടാക്കണ്ടേ. വെളിച്ചെണ്ണ കുറച്ചൊഴിച്ച് കാണത്തില്ലേ. എണ്ണ ചൂടായി. ഇനി കടുകിടാം. നമ്മൾ കരിവേപ്പില അതിൻ്റെ അകത്ത് ഇട്ടത് കൊണ്ട് പത്തലമുളക് നമുക്ക് ഇതിലേക്കിടാം. അത് ആവശ്യമുണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. ഇത് നമ്മൾ മസാല തിരുമ്മി വെച്ച് മാങ്ങയൊക്കെ ഇതിൽ വെക്കും. എണ്ണ കൂട്ടിയിട്ട് തിരുമ്മാട്ടോ. നമ്മൾ മസാലയൊക്കെ തിരുമ്മി വെക്കുമ്പോൾ വെളിച്ചെണ്ണ കൂട്ടി തിരുമ്മുവാണെങ്കിലും കുഴപ്പമില്ല, നല്ലതാണ് അങ്ങനെ വെക്കുന്നത്. ഞാൻ ഓവർ എണ്ണ വേണ്ടല്ലോ നോക്കിയിട്ടാട്ടോ അങ്ങനെ ചെയ്യാത്ത. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി എടുക്കാം. പയ്യെ ഇരുന്ന് വാടട്ടെ, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങ വാടിയോ നോക്കാം. നന്നായിട്ട് വാടി കേട്ടോ. വാടി ഇനി നമുക്ക് 2ാം പാലും 3ാം പാലും ആക്കി വെച്ച പാലൊഴിക്കാം. തേങ്ങാപ്പാലാണ് കേട്ടോ. ഒരു തേങ്ങേൻ്റെ പാലാണ്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പാൽ ഒഴിച്ചാൽ മതി കേട്ടോ. നമുക്ക് കുറച്ച് ചാറ് മതി. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ. അങ്ങനെ നമ്മുടെ മാങ്ങാക്കറി പയ്യെ ചൂടായി വന്നു. നമുക്കിനി ഉപ്പുണ്ടോ നോക്കട്ടെ. കുറച്ച് ഉപ്പും കൂടി ഒഴിക്കണം. അപ്പം നമുക്ക് ആദ്യം ആക്കി വെച്ച തേങ്ങാപ്പാലുണ്ടല്ലോ, അതെടുത്ത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. തീ കുറച്ച് വെക്കാം. തിളയ്ക്കാൻ പാടില്ല കേട്ടോ, ചൂടാവാനേ പാടില്ലേ. കുറച്ച് ഉപ്പും കൂടി ഇടാം. ഉപ്പായി കേട്ടോ. ഇന്ന് പയ്യെ ഒന്ന് ചൂടായിക്കോട്ടെ. നമുക്കപ്പോൾ തന്നെ ഓഫാക്കാം. റെഡി ആയിട്ട് നമുക്ക് ഓഫാക്കാമേ. അങ്ങനെ നമ്മുടെ മാങ്ങാക്കറി റെഡിയായി. നമ്മുടെ മാങ്ങാക്കറി റെഡി. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ വെച്ച് നോക്കണം കേട്ടോ. നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായങ്ങൾ പറയണേ. ദുഃഖ വെള്ളിയാഴ്ചയൊക്കെ നമ്മൾ മാങ്ങാക്കറി വെക്കും, അതേപോലെയാണ് വെച്ചേക്കുന്നത്. എല്ലാവർക്കും മാങ്ങയൊക്കെ കിട്ടിക്കഴിയുമ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് മാങ്ങാക്കറി വെച്ച് നോക്കണം കേട്ടോ. വെച്ച് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ എൻ്റെ വീഡിയോ എല്ലാം കാണണം കേട്ടോ. കണ്ടിട്ട് പോകാതെ ഓരോ ലൈക്കൊക്കെ തരണേ. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.